വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 2 ദിവസത്തിനകം പുക പൂർണ്ണമായും കെടുത്താനായേക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. ഹൈക്കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കളക്ടർ നേരിട്ട് ഹാജരാകാനാണ് സാധ്യത. അജി കുഞ്ഞുമോനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അജി, ഇതേവരെ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് 7ാം ദിവസമാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ബ്രഹ്മപുരത്തെ അവസ്ഥ ആമുഖമായി? ഫിറോസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മപുരത്താണ്. ഇപ്പോൾ ഈ ബ്രഹ്മപുരത്ത് തീ ഏറെക്കുറെ അണച്ചു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. തീ അണച്ചിട്ടുണ്ട്. പുകയാണ് ഈ വരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമായി ഉയരുന്നത്. കാരണം ആ പുക നിയന്ത്രിക്കുന്നതിൽ ഏറെക്കുറെ വിജയകരമായിരുന്നു ദൗത്യസംഘത്തിന്റെ ഏറെക്കുറെ ദൗത്യസംഘം വിജയിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. ബ്രഹ്മപുരത്തെ നിലവിലത്തെ സാഹചര്യം ഇതാണ്. ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ഇന്നലെ കൊച്ചിൻ കോർപ്പറേഷനും ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ ഹാജരായിരുന്നില്ല. ഇതിനൊക്കെ തന്നെ ഹൈക്കോടതി ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. കോർപ്പറേഷനെതിരെ കുറെ വിമർശനങ്ങൾ ഉയർത്തിയ പശ്ചാത്തലമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൊച്ചിൻ കോർപ്പറേഷൻ മുനിസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടർ രേണു രാജും അടിയന്തരമായി ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അവർ ഹാജരാകുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെടുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് ഷിയാസ് ICMR കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ സ്ഥിതി അതീവ ദയനീയമാണ്. ഇത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഹമ്മദ് ഷിയാസ് കത്ത് അയച്ചത്. ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ ഹൈബിയുടെ MLA ഒപ്പം തന്നെ ഹൈബിയുടെ MP ഒപ്പം തന്നെ ഉമാ തോമസ് MLA മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ ഇന്ന് മാധ്യമ പ്രവർത്തകരെ 12 മണിയോടുകൂടെ കാണും. ഈ ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ വിശദീകരിക്കാൻ തന്നെയാണ് അവർ മാധ്യമങ്ങളെ കാണുന്നത്. എന്തായാലും ബ്രഹ്മപുരം ഇപ്പോൾ ശാന്തമാണ്. കൊച്ചിയിൽ കഴിഞ്ഞ 6 ദിവസം തുടരുന്ന പുക ഇന്ന് കൊച്ചി നഗരങ്ങളിലേക്ക് വ്യാപിച്ചില്ല. ബ്രഹ്മപുരത്തെ ആ പരിസര പ്രദേശങ്ങളിൽ മാത്രമാണ് വ്യാപിച്ചിരിക്കുന്നത്. ഫിറോസ്, അജി, ഇതിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കൊച്ചിയിലെ അവസ്ഥ ഗ്യാസ് ചേംബറിലെ അവസ്ഥയാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഈ കേസ് വീണ്ടും ഇന്ന് പരിഗണിക്കുമോ? എന്ത് വിശദീകരണമായിരിക്കും ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ കോർപ്പറേഷനും നൽകാൻ സാധ്യത? ഈ ഹൈക്കോടതിയുടെ പരാമർശം വളരെ അർത്ഥവത്താക്കുന്ന ഒരു പരാമർശം തന്നെയായിരുന്നു. കാരണം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് 2016 നോട്ടീസ് നൽകിയതാണ് ഈ കൊച്ചിൻ കോർപ്പറേഷന്. ബ്രഹ്മപുരത്തെ സാഹചര്യം വളരെ മോശമാണ് എന്ന തരത്തിൽ ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ നോട്ടീസ് ഗൗരവപൂർവ്വം പരിഗണിക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതൊരു ഗുരുതരമായ വീഴ്ചയായി ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ ഇന്നലെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിനെതിരെ ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ മലിനീകരണ നിയന്ത്രണ ബോർഡും ഇന്നലെ കോടതിയിൽ വന്നപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു വലിയ പ്രശ്നം ഇപ്പോൾ ഉള്ളത് ഈ കൊച്ചിയിലെ മാലിന്യ നീക്കം നിലച്ചിട്ട് ദിവസങ്ങളായി. മാലിന്യം എടുക്കുന്നില്ല, മാലിന്യം നീക്കം നിലച്ചു. അത് വലിയൊരു അവസ്ഥയാണ്. കാരണം ഈ ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കൊച്ചിയിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും ഫിറോസ്, ഈ പുക ഇപ്പോൾ എനിക്ക് നമുക്ക് ലൈവ് വ്യൂ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് വ്യക്തമായി കാണിക്കാൻ കഴിയുമായിരുന്നു. ഇതിന് ചുറ്റും പുകയാണ്. ഈ പുക പുറത്തേക്ക് വരുന്നില്ല. കാരണം നമുക്ക് മാധ്യമപ്രവർത്തകർക്കും ഈ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുക വ്യാപിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പുക ഇവിടെയുണ്ട്. ഇന്നലെ രാത്രിയിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ട് ഇവിടുത്തെ രക്ഷാദൗത്യത്തിനായി ഉപയോഗിക്കാൻ വേണ്ടി മണ്ണുമാന്തി യന്ത്രങ്ങൾ പിടിച്ചെടുത്തു. ഇപ്പോൾ ഈ പിടിച്ചെടുത്ത മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ രക്ഷാദൗത്യം നടക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും ദൗത്യ സംഘത്തിന്റെ കയ്യിൽ തന്നെയാണ്. അതായത് കൈവിട്ടു പോകാത്ത സാഹചര്യങ്ങളാണുള്ളത്. അമിതമായി തീ വ്യാപിക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല. പക്ഷെ ഈ പുക അണയ്ക്കുന്നതിനുള്ള ഒരു പരിശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗീസ. ക്ഷമിക്കണം ഫിറോസ്.
അജി, മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ അജി തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. ബ്രഹ്മപുരത്തേക്ക് മാലിന്യം കൊണ്ടുവരാൻ അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുന്നുമില്ല. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ മിഷൻ എത്ര ദിവസം കൂടി തുടരും എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം അധികൃതർ നൽകുന്നുണ്ടോ? ഈ മിഷൻ എത്ര ദിവസം ഇന്ന് ഇവിടെ വന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ, ഈ മിഷൻ ഇനിയും നീളാനുള്ള സാധ്യതയുണ്ട്. കാരണം പുക അത്രത്തോളം വ്യാപിച്ച് കഴിഞ്ഞു. നമുക്കിപ്പോൾ ഈ ഒരു മഞ്ഞുമലയിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം അത്രത്തോളം പുക വ്യാപിച്ചു കഴിഞ്ഞു. പുക ഈ രീതിയിൽ വ്യാപിക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇത് എടുക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഈ ദൗത്യം വിജയകരമാക്കാൻ കഴിയുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഈ കളക്ടർ രേണുരാജ് പലപ്പോഴും പറയുന്ന ഒരു കാര്യം, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ട് എല്ലാ ദിവസവും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്ന ഒരു സാഹചര്യം കളക്ടർ പറയുമ്പോൾ പോലും ഇവിടുത്തെ സാഹചര്യങ്ങൾ കളക്ടർ പറയുന്നതിന്റെ അത്രയും വലിയ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതൊരു ഒരു വിമർശനമായി ഉയരുന്നുണ്ട്. കാരണം പുക അമിതമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടെ നേരിടുന്നുണ്ട്. ഫിറോസ്, സ്വമേധയാ എടുത്ത ഈ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. സ്വാഭാവികമായും ജില്ലാ കളക്ടറും അതുപോലെ കോർപ്പറേഷൻ സെക്രട്ടറിയും ഹാജരാകും എന്നുള്ള വിവരവും ലഭിക്കുന്നു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് കൊച്ചി ഒരു ഗ്യാസ് ചേംബറിൽ പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ചേംബറിൽ പെട്ട അവസ്ഥയാണ് കൊച്ചിക്ക് എന്നാണ്. അജി കുഞ്ഞുമോനാണ് ബ്രഹ്മപുരത്ത് നിന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്.